അസ്സലാമു വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, ഇന്ന് കേരളത്തിലുള്ള എല്ലാ മലയാളികളുടെയും വായിൽ വരുന്ന പാട്ട് ഏതാണെന്ന് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. ആ പാടിയവരെയും ആ പാട്ടിനെയും ഒരിക്കലും ന്യായീകരിക്കുന്നില്ല, തെറ്റ് തന്നെയാണ്. പാടിയ വ്യക്തികൾക്ക് ഒരിക്കലും യോജിക്കാത്ത പാട്ടാണ് അവർ പാടിയത്, അതുകൊണ്ട് അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. എന്നാൽ ഇതിനെതിരെ നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ് ബാക്കവി ഉസ്താദ് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഉസ്താദിന്റെ പ്രതികരണം എങ്ങനെയാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഉസ്താദിന്റെ പ്രതികരണം. പിന്നെ എന്റെ കൊച്ചാപ്പാട മക്കളല്ലേ അത് പാടാൻ പോയത്. പുതിയാപ്പളയുടെ മദ്ഹ് എന്നിട്ട് പുതിയവണ്ണം ഇറങ്ങി വരുമ്പോ റുഷ്ടമോൾ റുഷ്ടമോൾ റുഷ്ട റുഷ്ട റുഷ്ടമോൾ. നട്ടലുള്ള ഒരാണ് ആ വീട്ടിലില്ലാതായിപ്പോയി. ഈമാനുള്ളവൻ, നട്ടല്ലുള്ളെന്ന് ഞാൻ പറയണില്ല, ഈമാനുള്ള ഒരാണ് ആ വീട്ടിലില്ലാതായിപ്പോയി. ഈ തലേക്കെട്ടും കെട്ടി ഈ ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് ഈ റുഷ്ടമോളെ ഉണ്ടാക്കണ്ട. ഈ പാടാൻ വരുന്ന ആളുകൾ എന്താണ് പാടുന്നത് എന്ന് ആർക്കും പെട്ടെന്ന് പറയാൻ പറ്റൂല. അതൊക്കെ ചിലപ്പോൾ പാടി കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ തെറ്റൊക്കെ മനസ്സിലാകുന്നത്. പക്ഷെ ഈമാനുള്ള ഒരാൾ പോലും ആ വീട്ടിലില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. എത്രയോ നിങ്ങളുടെ ആളുകളുണ്ടാവും, അവർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ വീഡിയോ വന്നതിന് ശേഷം അവർ കേൾക്കുന്നത്. പല ആളുകളും കല്യാണത്തിന് എല്ലാ ആളുകളും പാട്ട് കേട്ട് അവിടെ ഇരിക്കില്ലല്ലോ. പല ആളുകളും പല തിരക്കിലും പല ജോലികളിലായിരിക്കും. ഒരിക്കലും ഞാൻ ഈ അവസരത്തിൽ ആ പാട്ടിനെ ന്യായീകരിക്കുകയല്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചാലേ, ഞാൻ ഉൾപ്പെടെയുള്ള കുറേ ആളുകൾ പണ്ട് മുതൽ ചെറുപ്പം മുതലേ ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ ഒരുപാട് വന്നിട്ടുണ്ട്. ഉസ്താദിന്റെ പ്രസംഗത്തിൽ ഒരുപാട് സീരിയലിന്റെ കഥ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആൽബം പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഒരുപാട് സിനിമാ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഇല്ലെന്ന് പറയട്ടെ. ഇനി ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്യാം, നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. ജസ്റ്റ് മാട്ടെ 4 മാസം തൂങ്ങമാട്ടെ മൂഞ്ചിപ്പാല് വീട്ടിൽ പോയി ചേരമാട്ടെ. എന്നോട് പറയാം, മൂഞ്ചിപ്പാല് വീട്ടിൽ പോയി ചേരമാട്ടെ. കാമ്പരമാണോ നീ കാമിനിയാണോ എൻ കാമുകിയാകാൻ സമ്മതം. വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. കുറുക്കി വെച്ച പാലാണോ കാനനവനിയിലെ തേനാണോ കാമിനി നെഞ്ചിരിയേതാണ് പറയൂ നിൻ മനസ്സിൽ നിന്നെന്താണ്. ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞതാ, സങ്കടം മൂത്ത് ചെവിന്ന് എടുത്തിട്ടെടുത്ത് എന്റെ ചെവി വെച്ചപ്പോ ഞാൻ വിചാരിച്ചു നരകത്തിൽ പുറത്ത് കരയുമായിരിക്കുന്ന. അപ്പൊ കരഞ്ഞെന്താന്നറിയോ? മുല്ലപ്പൂവമുത്തേ. അത് കേട്ടിട്ട് കരഞ്ഞതാ, സഹിക്കാൻ വയ്യ. ഏതോ ലൈൻ പൊളിഞ്ഞതിന് പള്ളിയിലെ കടയിലെ സ്വർഗപ്പൂമയിലേ അവിടെ മുതൽ തുടങ്ങിയില്ലേ ഇതെല്ലാം കഴിഞ്ഞ് അഴകിയ ലൈല അടിപൊളി മൈല എന്ന് പറഞ്ഞു. അപ്പോൾ ഈമാനുള്ള എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, നമ്മുടെ നൗഷാദ് ബാക്കവി ഉസ്താദിന്റെ പാട്ടൊക്കെ എല്ലാവരും കേട്ട് കാണുമല്ലോ. ഇനി ഉസ്താദിന് പ്രതികരിക്കാൻ വേണ്ടി ഉസ്താദിന്റെ പ്രതികരണം കാത്ത് ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന 1-2 വിഷയങ്ങൾ കൂടി പറയാം. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖ സ്ഥാപനങ്ങളായ ചില സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ കുറച്ച് ഫെസ്റ്റുകളും അതിൽ ഇസ്ലാം ഇങ്ങനെയാണെന്ന രീതിയിൽ സമൂഹത്തിൽ നടത്തിയ ചില റാലികളൊക്കെ ഉണ്ട്. ഞാൻ സംശയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉസ്താദൊക്കെ അതിനെതിരെ സംസാരിച്ചാൽ ചിലപ്പോൾ ഉസ്താദ്മാരുടെ വേദി നഷ്ടമാകും. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഉസ്താദ്മാർ പറയട്ടെ അത് തെറ്റാണെന്ന്. നൗഷാദ് ബാക്കവി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ പരസ്യമായി പ്രതികരിക്കട്ടെ. ഈ പാട്ട് പാടിയത് തെറ്റാണെന്ന് പറഞ്ഞതുപോലെ അവർ നടത്തിയ റാലി തെറ്റാണ്, അത് ഒരിക്കലും ഇസ്ലാമികപരമായിട്ടുള്ളതല്ല എന്നൊക്കെ പറയട്ടെ. ഇൻഷാ അല്ലാഹ് എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇതൊരു വലിയ വിമർശനമായിട്ട് പറഞ്ഞതല്ല, എൻ്റെ മനസ്സിൽ തോന്നിയ 1-2 കാര്യങ്ങൾ പങ്കുവച്ചതാണ്.